നമസ്കാരം. മാൾട്ട വാർത്തയിലേക്ക് സ്വാഗതം. മാൾട്ടയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളോട് സർക്കാർ ഏജൻസികളും ഇമിഗ്രേഷൻ അപ്പീൽ ബോർഡും കാണിക്കുന്ന നിഷേധാത്മകമായ സമീപനത്തിനെതിരെ കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാൾട്ടീസ് കോടതി. ഭരണ സംവിധാനത്തിന്റെ ഇത്തരം നടപടികളെ കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. ഒരു വിദേശ വനിത സമർപ്പിച്ച അപ്പീൽ കോടതി പരിഗണിക്കുകയാണ് ജഡ്ജി ലോറൻസ് മിൻഡോഫ് ഐഡന്റിറ്റ അതുപോലെ തന്നെ ജോപ്ലസ് എന്നീ സർക്കാർ ഏജൻസികൾക്കെതിരെ രംഗത്ത് വന്നത്. മികച്ചൊരു ഭാവിക്കായി വലിയ തുക നിക്ഷേപിച്ച് മാൾട്ടയിലെത്തുന്ന മനുഷ്യർക്ക് ഇവിടെ നേരിടേണ്ടി വരുന്നത് വലിയ അല്ലെങ്കിൽ അടഞ്ഞ വാതിലുകളും നാടുകടത്തൽ ഭീഷണിയുമാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. തൊഴിൽ ഉടമകൾ വരുത്തുന്ന വീഴ്ചകളുടെ പേരിൽ വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കുന്ന രീതി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, മതിയായ അന്വേഷണങ്ങൾ നടത്താതെയാണ് ഏജൻസികൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അപേക്ഷകരുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കുവാൻ ഇമിഗ്രേഷൻ അപ്പീൽ ബോർഡ് ഓഫീസിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുന്ന രീതിയെയും ജഡ്ജി ശക്തമായി തന്നെ അപലപിച്ചു. കേസിൽ ഇമിഗ്രേഷൻ അപ്പീൽ ബോർഡിന്റെയും ഐഡന്റിറ്റിയുടെയും മുൻ തീരുമാനങ്ങൾ കോടതി റദ്ദാക്കുകയും ചെയ്തു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മാത്രമല്ല, ഹർജിക്കാരിക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുവാൻ അനുമതിയും നൽകിയിട്ടുണ്ട്. നിയമങ്ങൾ അന്ധമായി നടപ്പാക്കുന്നതിന് പകരം കൂടുതൽ സുതാര്യതയും മാനുഷിക പരിഗണനയും ഉണ്ടാകുമെന്നാണ് കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.